മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ഭവനിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വൈകിട്ട് 7:15 ആണ് വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേൽക്കുന്നത്. മന്ത്രിമാരുടെ പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടുണ്ട്. എങ്കിലും ആ പട്ടികയിൽ ആരൊക്കെ എന്നതിൽ ഇപ്പോഴും സർപ്രൈസ് തുടരുക തന്നെയാണ്. അതേസമയം കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് തന്നെയാണ് അതിൽ മുൻതൂക്കം. സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോഴിതാ ജോർജ് കുര്യൻ കൂടി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിയാകുന്നു. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആയി ഉൾപ്പെടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിൽ ഉള്ള പ്രതികരണമാണ് നമുക്ക് നൽകുന്നത്. ആ പ്രതികരണത്തിലേക്ക്. ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം ദൈവത്തിന്റെ ഹിതം. തുടർന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ ആശംസ. അതാണല്ലോ അവരുടെ ചെറുപ്രായത്തിൽ അവര് രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി തിരിച്ച ആളാണ്. ഇന്നും യാതൊരു കുറവുകളും വരുത്താതെ അവര് തുടർന്നു പോകുന്നു. അതവരുടെ വലിയ നേട്ടം തന്നെയാണ്. ഇല്ലല്ലോ, ജനങ്ങൾ അവരെ എല്ലാ സമയത്തും പരിഗണിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പൊസിഷനില് മന്ത്രിസ്ഥാനം കിട്ടി എന്നുള്ളതല്ലേ, ആ മന്ത്രിസ്ഥാനമല്ല വലുതല്ലേ. അവർക്ക് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു സ്പേസ് കിട്ടുന്നു. അവർക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവര് തീർച്ചയായും അവരുടെ പ്രവർത്തനത്തിൽ ഉറച്ചു നിന്നു. അതില് അവർക്കാവുന്നത്ര പൊതുജനങ്ങളെ സഹായിക്കാനും സേവനം ചെയ്യാനും സാധിച്ചു. അതാണ് ജോർജ് കുര്യന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരം മാത്രമായാണ് മന്ത്രി പദവിയെ അവർ നോക്കിക്കാണുന്നത്. കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ യുവമോർച്ചയിലൂടെ BJPയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം പ്രധാനപ്പെട്ട പദവിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ എന്ന പദവി കൂടി അലങ്കരിച്ച വ്യക്തിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിഭാഗം കൂടുതലായി BJPയിലേക്ക് സംസ്ഥാനത്ത് അടുക്കാതിരുന്ന അല്ലെങ്കിൽ മുഖം തിരിച്ചിരുന്ന സമയത്ത് പോലും BJPയോട് അനുഭാവം പുലർത്തുകയും BJPയുടെ ഒപ്പം നിൽക്കുകയും ചെയ്ത നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ. അതിനുള്ള അംഗീകാരമായി കൂടി മാറുകയാണ് ജോർജ് കുര്യന്റെ കേന്ദ്ര മന്ത്രിസ്ഥാനം എന്നതാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഒരുപക്ഷെ ജോർജ് കുര്യനിലൂടെ സാധിക്കുമെന്ന് കൂടി BJP പ്രതീക്ഷിക്കുന്നുണ്ടാവാം. സ്ക്രീനിന്റെ വലത്